എനിക്ക് തോന്നുന്നു സർക്കാർ ഇനി ഇതിന്റെ പേരിൽ ഈ 2 രൂപ പെട്രോളിൽ നിന്ന് പിരിക്കുന്ന അങ്ങ് നിർത്തേണ്ടി വരും. ഈ മാക്രികൾ ഇപ്പൊ വലിയ വിഷയമാണ്. എപ്പോഴാണെന്നറിയാം, നോക്കിയിരിക്കുക. ഇലക്ഷൻ കോഡ് വന്നു കഴിഞ്ഞാൽ ഇയാൾ എങ്ങനെ ഈ പെൻഷൻ കൊടുക്കും? കൊടുത്താൽ എന്നെ അയോഗ്യനാക്കാം. പെൻഷൻ സർക്കാർ കാണിച്ച വഞ്ചനയ്ക്ക് മറുപടിയായി മറിയക്കുട്ടി ചേച്ചിക്കും അന്നക്കുട്ടി ചേച്ചിക്കും 2 പേർക്കാണ് ആദ്യം തുടങ്ങിയത്. അവരാണ് പിച്ചച്ചട്ടി എടുത്ത് പെൻഷന് വേണ്ടി പിച്ചച്ചട്ടി എടുത്തത് അവരാണ്. അവർക്ക് 2 പേർക്ക് എനിക്ക് 25,000 രൂപ മാസം പെൻഷൻ കിട്ടുന്നുണ്ട്. ഞാൻ ശമ്പളമേ എടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ പെൻഷൻ എടുക്കുന്നത്? അപ്പോൾ അതവിടെ ആ കാശ് അവിടെ കുമിഞ്ഞുകൂടി കിടപ്പുണ്ട് ഈ 3 വർഷത്തെ. അതവിടെ കിടന്നോട്ടെ. പക്ഷെ ഇപ്പം മാസാമാസം വരുന്ന 25,000 നിന്ന് അവർക്ക് 2 പേർക്ക് പോകുന്നുണ്ട്. പാലക്കാട് ഒരമ്മയും മകളും, 68 വയസ്സുള്ള മകളും ആ അമ്മയുടെ ആ മകളുടെ അമ്മ ഏതാണ്ട് 90 വയസ്സോ 95 വയസ്സോ ആയിട്ടുണ്ട്. 2 പേരും പൊരി വെയിലത്ത് വന്ന് കയറ്റുകെട്ടിൽ ഈ അമ്മയെ കിടത്തിയിട്ട് സമരം ചെയ്തപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോയേക്കണം, നിങ്ങളുടെ 2 പേരുടെയും പെൻഷൻ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിരുന്നു. അത് കൊടുത്തു. ഇപ്പോൾ കുമ്പാരികളുടെ കോളനിയിൽ ചെന്നപ്പോൾ ഒരമ്മ വന്നിട്ട്, ഇത് വേറെ മണി ബാലൻ മോനെ എനിക്ക് നിവൃത്തിയില്ല, നീ തരണ്ട, പക്ഷേ നിവൃത്തിയില്ല, ഇതൊന്ന് മാറ്റിയിടും. നിവൃത്തിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ അമ്മയ്ക്കും കൊടുത്തു. അങ്ങനെ 5 പേർക്കാണ് ഇപ്പോൾ 1,600 രൂപ മാസം പെൻഷൻ. അത് ഈ മാക്രികൾ ഇപ്പോൾ വലിയ വിഷയമാണ്. എപ്പോഴാണെന്നറിയാം, നോക്കിയിരിക്കുക. ഇലക്ഷൻ കോഡ് വന്നു കഴിഞ്ഞാൽ ഇയാൾ എങ്ങനെ ഈ പെൻഷൻ കൊടുക്കും? കൊടുത്താൽ എന്നെ അയോഗ്യനാക്കാം. എൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പെൻഷൻ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ പെൻഷൻ എന്ന് വരുന്നുവോ അടുത്ത ദിവസം ഇവർക്കുള്ള കാശ് ബൈ ഡിഫോൾട്ട് അവരുടെ SBI അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ അവർ തരുന്ന അക്കൗണ്ടിലേക്കോ പോയേക്കണം. അതിനകത്ത് ഞാൻ കൊടുക്കുന്നില്ല, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകും. അത് ഒരു ഇലക്ഷൻ കമ്മീഷനും ചോദ്യം ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപനം ഈ ആഴ്ചയിൽ വന്നാൽ ഈ 30-ാം തീയതിയും ഈ 5 പേർക്കും പെൻഷൻ ചെയ്യും. ഈ 30-ാം തീയതി ഏപ്രിലിൽ ഇലക്ഷൻ കോഡ് നിലനിൽക്കും. അന്നേരവും ഈ കാശ് ചെല്ലും. മാക്രികളുടെ കുൽസിത അവരുടെ കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. ഇനി അതല്ല പ്രധാനം, ഞാൻ പറയാൻ വന്ന അതല്ല. ഇത് ഇത്രയും ചെയ്തപ്പോഴേക്കും ഇന്നലെ ദുബായിൽ നിന്ന് ഒരു ശ്രീകുമാർ ഞാനൊരു 4 പേർക്ക് പെൻഷൻ കൊടുക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ശ്രീകുമാരന്മാർ മുന്നോട്ട് വന്നാൽ എനിക്ക് തോന്നുന്നു സർക്കാർ ഇനി ഇതിന്റെ പേരിൽ ഈ 2 രൂപ പെട്രോളിൽ നിന്ന് പിരിക്കുന്ന അങ്ങ് നിർത്തേണ്ടി വരും. അത് നിർത്തുമെന്ന് നമുക്കറിയണം. അതിനുള്ള പണിയാണ്. അങ്ങനെ വരട്ടെ ശ്രീകുമാരന്മാർ. അതുപോലെ വീട് വയ്ക്കാനുള്ള ശ്രീകുമാരന്മാരും വരും, മുന്നോട്ട് വരും എന്ന ധൈര്യം നിങ്ങൾക്കുണ്ടായാൽ മതി. ആരെങ്കിലും തുടങ്ങി വെച്ചാൽ മതി. ഇപ്പൊ കാളികാവ് ക്ഷേത്രം ശ്രീകോവിൽ പണിതു, മഞ്ചേരി കാളികാവ് ക്ഷേത്രം ശ്രീകോവിൽ പണിതു. ഇപ്പോൾ ഒരു ദിവസം 2-3 ലക്ഷം വെച്ച് അതിൻ്റെ ചുറ്റമ്പലം പണിയാനുള്ള കാശ് അവിടെ വരുന്നവർ കൊടുത്തിട്ട് പോവുക. വരും. നന്മ വരുന്ന വഴി മനുഷ്യൻ വഴിയേ വരും. മനുഷ്യനാകണം എന്ന് നമ്മൾ അവരോട് പറയണം. നിങ്ങളൊക്കെ മനുഷ്യരാകണം. താങ്ക് യു. നമ്മുടെ അമ്മമാരെ സംരക്ഷിക്കുന്ന ഒരു നേഴ്സിംഗ്